ഈ കാണുന്ന സ്ഥലമൊക്കെ നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ്. ഇത് ഗ്ലാസ് ബ്രിഡ്ജാണ്. അപ്പോൾ അവിടെ അഡ്വഞ്ചർ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് വന്നപ്പോഴേക്കും ഇവിടെ കുറേ റിസോർട്ടുകൾ കാര്യങ്ങളൊക്കെ കാണാവേ. ശരിക്കും നമ്മൾ ഇളംകാട്ടിൽ നിന്ന് കയറി വരുമായിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ സ്കൂട്ടർ കൊണ്ടൊക്കെ പോകാനാണെങ്കിൽ വലിയ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ താഴോട്ട് ഇറങ്ങി പോകുമ്പോൾ ഈ സോളിങ് ആയതുകൊണ്ട് നമുക്ക് ചെറിയ അപകടമൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഹായ്, ടിജോയ് ആണ്. ഇന്ന് നമ്മൾ പോണത് വാഗമൺ കൂട്ടിക്കൽ റോഡ് കാണാനാട്ടോ. ആ റോഡിൻ്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ ആ റോഡിലെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വില്ലേജ് വ്ലോഗ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ വാഗമൺ എത്തി കേട്ടോ. വാഗമണ്ണിൽ നമ്മൾ തങ്ങളുപാറ വന്ന വഴിക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ തങ്ങളുപാറയുടെ ഒരു ബോർഡൊക്കെ കാണാതെ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ വലത്തേക്കാണ് തങ്ങളുപാറയ്ക്ക് പോകുന്നത്. ഈ കാണുന്ന ട്രാവലർ പോകുന്ന വഴിക്കാണ് തങ്ങളുപാറയ്ക്ക് പോകുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ഇളങ്കാട് പോകുന്നത്. വഴിയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് നേരെ കണക്കുന്ന വഴി നമുക്ക് കുട്ടിക്കാനം ഏലപ്പാറയൊക്കെ പോകുന്ന വഴിയാണ്. ഇളങ്കാട് പോകുന്ന വഴിയുടെ തുടക്കത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. വഴിയൊക്കെ ടാർ ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ടാർ ചെയ്ത് വരുന്നുണ്ട്. ഇനി അങ്ങോട്ട് ചെല്ലുന്തോറും എങ്ങനെയാണെന്ന് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് നോക്കാം വഴിയുടെ അവസ്ഥ. ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, സ്വാഗതം കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്ത്. ശ്രീ പശുപ്രദ പ്ലാന്റേഷന്റെ ഒരു എസ്റ്റേറ്റ് ഒക്കെ ഉണ്ട്. ഒരുപാട് തേയിലത്തോട്ടങ്ങൾ നമുക്കിവിടെ കാണാം. നമ്മളിങ്ങനെ അടിപൊളി റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണേ. നമുക്ക് അങ്ങ് അകലെയായിട്ട് തങ്ങളുപാറയൊക്കെ കാണാം. നല്ല കാറ്റൊക്കെ വീശുന്നത്, നല്ല തണുപ്പുള്ളൊരു സമയമാണ്. ഒരു മഴയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് തങ്ങളുപാറയുടെ ഒരു ബോർഡ് കാണാവേ. അപ്പോൾ ഇവിടുന്ന് വലത്തേക്കുള്ള വഴിയിലൂടെയാണ് നമ്മൾ തങ്ങളുപാറയ്ക്ക് പോകുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകുന്നതിൻ്റെ ആർച്ചൊക്കെ നമുക്ക് കാണാം കേട്ടോ. അങ്ങ് അകലെയായിട്ട് നമുക്ക് ആ പാറയുടെ കാഴ്ചകളും ആൾക്കാർ നടക്കുന്നതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. തങ്ങളുപാറയുടെ അവിടുന്ന് നമ്മൾ ഇളങ്കാടിൻ്റെ ഭാഗത്തേക്ക് ലക്ഷ്യമാക്കി യാത്ര ഇടുകയാണ്. പോകുന്ന വഴിക്ക് നമുക്ക് ഇവിടെ ഒരുപാട് റിസോർട്ടുകൾ ഇവിടെ കാണുന്നതാണ് തങ്ങളുപാറ കേട്ടോ. ഈ ഭാഗങ്ങളൊക്കെ പണ്ട് ഒരുപാട് സിനിമകൾ ചിത്രീകരിച്ചാണോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ തങ്ങളുപാറയുടെ കാഴ്ചകളെ. ആൾക്കാരൊക്കെ മുകളിൽ നിൽപ്പുണ്ട്. അപ്പോൾ അതേ നമ്മളിവിടെ ഒരു നല്ലൊരു വ്യൂ പോയിന്റ് കൊണ്ട് നിർത്തിയതാട്ടെ. താഴോട്ട് നോക്കി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കാഴ്ചകൾ കാണാവേ. പക്ഷേ നമുക്ക് വന്ന സമയം ഇത്ര മോശമായതുകൊണ്ട് നമുക്ക് കാഴ്ചകൾ അത്ര വ്യക്തതയില്ല. കാരണം നല്ല മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു അന്തരീക്ഷമാണ്. അപ്പോൾ അത് അങ്ങോട്ടാണ് നമ്മുടെ വഴി പോകുന്നത് കേട്ടോ. കുട്ടിക്കൽക്ക് പോകുന്ന വഴി, അല്ലെങ്കിൽ ഇളങ്കാടിന് പോകുന്ന വഴി ഇതേ ഈ കാണുന്ന വഴിയാണ്. റോഡൊക്കെ അങ്ങ് ആയി വരുന്നേ ഉള്ളൂ. ഈ ഭാഗത്ത് ടാറിങ് കുറവാണ് കേട്ടോ. ടാറിങ് ചെയ്തിട്ടില്ല. പിന്നീട് അങ്ങോട്ട് ടാറിങ് ഉണ്ട്. ഇതൊന്നും ടാറിങ് ആയിട്ടില്ല, ടാറിങ് ആയി വരുന്നേ ഉള്ളൂ. ഇനി സോളിങ്ങോടെയാണ് നമ്മുടെ യാത്ര. ഈ വഴിയൊക്കെ ഒന്ന് അടിപൊളിയായിട്ട് തെളിഞ്ഞു വരുവാണെങ്കിൽ നിസ്സാര സമയം കൊണ്ട് നമുക്ക് മുണ്ടക്കായൊക്കെ ചെല്ലാൻ പറ്റും. ഇവിടെയൊക്കെ റോഡ് പണിയുടെ ഭാഗമായിട്ട് ഒരുപാട് മെറ്റലൊക്കെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങി വന്ന വഴിയായി കാണുന്നത് കേട്ടോ. ഈ കണക്കിന് കുറേ ഹെയർ പിന്ന് വളവുകൾ നമുക്ക് കാണാം താഴോട്ട് പോകുന്ന വഴിക്ക്. ഇവിടെ മൊത്തം സോളിംഗ് ആണ്, ടാറായി വരുന്നേ ഉള്ളൂ. ടാറിങ്ങൊക്കെ ഓടിച്ച് ചെയ്ത് കഴിയുവാണെങ്കിൽ അടിപൊളിയായിരിക്കും ഈ വഴി. നല്ല ഇടിലം വ്യൂ താഴോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ. ഈ ഭാഗത്ത് നോക്കി നമുക്കൊരു ചെറിയൊരു തോടൊഴുകുന്ന കാഴ്ച കാണാം. താഴേക്കായിട്ട് 1-2 വീടുകളൊക്കെ കാണാതെ. ഈ കാണുന്ന മല വാഗമൺ കുരിശുമലയാണ്. നമ്മൾ ഇറങ്ങി വന്ന സമയത്ത് അത്യാവശ്യം മഞ്ഞുമൂടി അന്തരീക്ഷമായിരുന്നേ. അല്ലെങ്കിൽ കാർമേഘത്തിൻ്റെ ഒരു അവസ്ഥയായതുകൊണ്ട് അത് മഴ പെയ്യാൻ പോകാൻ തോന്നി. അവിടെ ഒരു ഇരുണ്ട അന്തരീക്ഷമായിട്ട് ഇതൊക്കെ നന്നായിട്ട് ടാർ ചെയ്തിട്ട് ഒരു ദിവസം ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇതേ നമ്മളിപ്പോൾ ഇറങ്ങിച്ചെല്ലുന്ന ഒരു വ്യൂ പോയിന്റിലോട്ടാട്ടോ. നമ്മുടെ ഇളങ്കാടും ഏന്തയാറൊക്കെ കാണാൻ പറ്റിയ മനോഹരമായൊരു വ്യൂ പോയിന്റാണ്. ഇവിടെ താഴെ ഒരു റിസോർട്ടോ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ കാണുന്ന സ്ഥലത്തു നിന്നാണ് ഇറങ്ങി വന്നത്.
ഇങ്ങനെ ഓരോരോ ഹെയർ പിന്ന് വളവുകളായിട്ട് ഇറങ്ങി 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 ദേ ഇവിടെ എല്ലാം ഹെയർ പിൻ വളവുകളാണ്. താഴെ കാണുന്ന കേട്ടോ നമ്മുടെ ഇളങ്കാട് ഏന്തയാർ കൂട്ടിക്കൽ പ്രദേശങ്ങളൊക്കെ കേട്ടോ. ശരിക്കും നമ്മൾ ഇളങ്കാട്ടിൽ നിന്ന് കയറി വരുമായിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ സ്കൂട്ടർ കൊണ്ടൊക്കെ പോകാനാണെങ്കിൽ വലിയ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ താഴോട്ട് ഇറങ്ങി പോകുമ്പോൾ ഈ സോളിങ് ആയതുകൊണ്ട് നമുക്ക് ചെറിയ അപകടമൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഈ കാണുന്ന സ്ഥലമൊക്കെ നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ്. ഇത് ഗ്ലാസ് ബ്രിഡ്ജാണ്. അപ്പോൾ അവിടെ അഡ്വഞ്ചർ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് വന്നുമ്പോഴേക്കും ഇവിടെ കുറേ റിസോർട്ടുകൾ കാര്യങ്ങളൊക്കെ കാണാവേ. അപ്പോൾ ഇവിടെ പണി പുരോഗമിക്കുകയാണ്. JCB ഒക്കെ വെച്ച് താഴെ വലിയ ടോറസൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ താഴോട്ട് നടക്കും കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, ഇനി തൊട്ടങ്ങോട്ട് ഓഫ് റോഡാണ്. നമ്മുടെ സ്കൂട്ടറൊന്നും അങ്ങനെ ഇറങ്ങിപ്പോകില്ല. ഇതുകൊണ്ട് നമുക്കിവിടെ വലിയൊരു പാറയാണ് കേട്ടോ. പാറയുടെ സൈഡിൽ കൂടെ ഇത് ഒരു ഓടയൊക്കെ വിട്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ റോഡ് പണിയുടെ ഭാഗമായിട്ട് ഇത് കുറേ കല്ലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പുറത്ത് ആൾക്കാർ കിട്ടുന്നുണ്ട്. കല്ല് കിട്ടുന്ന കാഴ്ച നമുക്ക് കാണാം. ഇപ്പോൾ താഴെ JCB ഒക്കെ പണിയുന്നുണ്ട്. അപ്പോൾ ഈ വഴിയൊക്കെ നന്നായിട്ട് പൂർത്തീകരിക്കുമ്പം ഈ റോഡ് നല്ല അടിപൊളിയായിരിക്കും ചിലപ്പോൾ കാണാൻ. ഈ ഭാഗത്തൊക്കെ ഒരുപാട് വാനര സംഘം ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ചക്കയൊക്കെ തിന്നാൻ വേണ്ടി വന്നാൽ തോന്നുന്നു. ചക്കയൊക്കെ പാതി നിന്നിട്ടുണ്ടാക്കുന്നു. അപ്പോൾ ഇവിടെയൊക്കെ നല്ല രീതിയിൽ കെട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. താഴോട്ട് ഓരോരോ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. താഴോട്ട് തോറും വഴി ബ്ലോക്ക് ആകുന്ന ഒരവസ്ഥയാണ്. ശരിക്കും ഈ വഴി തെളിയുകയാണെങ്കിൽ വാഗമണ്ണിൽ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ കൊണ്ട് നമുക്ക് ഇളങ്കാട് ചെല്ലാൻ സാധിക്കുമേ. അല്ലെങ്കിൽ നമുക്കത് ഒരുപാട് കിലോമീറ്ററുകൾ സഞ്ചരിക്കണം നമുക്ക് ഇളങ്കാട് ചെല്ലണമെങ്കിൽ. താഴെയൊക്കെ ഓരോരോ പണികളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ റോഡിൻ്റെ പണിയൊക്കെ തീർന്നു കഴിയുമ്പോൾ നമ്മൾ ഒന്നും കൂടെ വരുന്നുണ്ട് കേട്ടോ, നല്ല അടിപൊളിയായിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിക്കാനായിട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ വാഗമണ്ണിൽ നിന്ന് ഇളങ്കാട് പോകുന്ന വഴിയിലെ കുറേ ഭാഗത്തോടെ സഞ്ചരിച്ചു കേട്ടോ. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. നമുക്ക് താഴെ വരെ പോകാൻ പറ്റില്ല, കാരണം നമ്മൾ സ്കൂട്ടർ ആയതുകൊണ്ട് ഇറങ്ങി വരവ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ താഴെ വരെ പോകുന്നില്ല. താഴെ വരുന്ന വെച്ചാൽ എനിക്കൊന്നൊരു 10 കിലോമീറ്ററെങ്കിലും കാണും. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 5 കിലോമീറ്ററെങ്കിലും വന്നിട്ടുണ്ടാവും. അപ്പം താഴോട്ട് ഇനി പോകുക നമുക്ക് ദുഷ്കരമായതുകൊണ്ട് നമ്മൾ വീഡിയോ കൊണ്ട് അവസാനിപ്പിക്കുക കേട്ടോ. വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.